ന്യൂസിൻ്റെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും ഇഞ്ചോടിഞ്ചിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പം നമുക്കിവിടെ കുറച്ച് ടീംസിനെ കിട്ടിയിട്ടുണ്ട്. അവർ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, നിങ്ങളൊക്കെ ഒന്ന്. ദേവനന്ദ, ആതിര, അരുൺ, ആര്യനന്ദ, അഞ്ജന, സുജിൻ. ഓക്കെ, നിങ്ങളിവിടെ എന്തോന്നായിരുന്നു? പ്രൈഡ് ടു ബി സെറ്റപ്പ് ആരുടെയാണ്? ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇത് രീതി ഇങ്ങനെയാണ്. 10 കുസൃതി ചോദ്യം ചോദിക്കും. ഓരോരുത്തർക്കേ പറയാൻ പറ്റുള്ളൂ. ആരാണോ ഏറ്റവും കൂടുതൽ പറയണത് അവർക്കാണ് സമ്മാനം. ഓക്കെ ആണോ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എപ്പോഴും തണുത്ത് വിറച്ചിരിക്കുന്ന അക്ഷരം. ഓക്കെ, ഏകദേശം അടുത്തെത്തി. ഇംഗ്ലീഷ് ആൽഫബറ്റ് ആണ്. സി അല്ല, സിയുടെ അടുത്ത് ഉള്ളൊരു അക്ഷരം. അടുത്തോട്ട് നിൽക്കോ? ഒരൊറ്റ അക്ഷരം. ക്ലൂ ആണ് പറഞ്ഞ. ഇംഗ്ലീഷ് ആൽഫബറ്റ് ആണ്. ഈ സീര അടുത്തുള്ളതാണ്. സിയുടെ നടുക്കുള്ള അക്ഷരം തന്നിട്ടിരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കണം, അങ്ങനെ ചിന്തിക്കണം. ഓക്കെ, കുസൃതി ചോദ്യമാണ്. അടുത്ത ദിവസം ചോദിക്കാം. ആതിരയ്ക്ക് ഒരു പോയിന്റ്. അതന്നെ. അടുത്ത ദിവസം പറയാം. അടുത്തത്. ഒരു ബൗളിൽ 3/4 ഭാഗം വെള്ളം ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് മീനുകളും ഉണ്ടായിരുന്നു. അതിൽ ഒരു മീൻ ചത്തുപോയി. പക്ഷെ അപ്പൊ അതിന് വെള്ളം കൂടി. അതെങ്ങനെ? ഓക്കെ, രണ്ടുപേരും പറഞ്ഞ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ഒരു മാവിൽ 5 മാങ്ങ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു കൊച്ചു സ്കൂളിൽ വിട്ട് വന്നപ്പോ ഒരെണ്ണം വീണ്. പിന്നെ വൈകിട്ടായപ്പോ വേറൊരെണ്ണം വീണ്. അപ്പൊ ബാക്കി എത്ര മാങ്ങയുണ്ട് മാവില്? 5. എന്തുണ്ട്? കൊച്ചാണ് വീണത്. അതാണ് കൊച്ചാണ് വീണത്. മനസ്സിലായ? ഓക്കെ, കുറച്ചും സമ്മാനം വേണ്ടേ? അപ്പൊ ഒരാളെ കൂടുതൽ പറയണം. എനിക്ക് സമ്മാനം അങ്ങനെ വെച്ചിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. മിന്നലും KCBയും വൈദ്യുതിയും വെളിച്ചവും നമുക്ക് തരും. പക്ഷെ രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതെന്തോന്നാണ്? മിന്നലും KCBയും തമ്മിലുള്ളൊരു വ്യത്യാസം. അല്ല, ചിന്തിച്ചു നോക്ക്. KCBയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നും മിന്നൽ വരുമ്പോൾ ആ തമ്മിലുള്ളൊരിത് കണക്ഷൻ വ്യത്യാസം. ഞാൻ പറയാം. മിന്നലാകുമ്പോ ബില്ലടയ്ക്കണ്ട. അപ്പൊ 4 ക്വസ്റ്റ്യനായി. 4 ക്വസ്റ്റ്യനില് 2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അതാണ് പറഞ്ഞത്. ഇനി 6 ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഇരിപ്പിടം മാറുന്നതനുസരിച്ച് പേര് മാറുന്ന വസ്തു. ഇരിപ്പിടം മാറുന്നതിനനുസരിച്ച് പേര് മാറുന്നൊരു വസ്തു. അല്ല, ഇതിന്റെ സ്ഥാനം മാറുമ്പോ ഇതിന്റെ പേരും മാറും. ഒരു ക്ലൂ തരാം. നമ്മളെ ബോഡിയിലുള്ള ഒരു സാധനമാണ്. മുടി, രോമം. സ്ഥാനം മാറുന്നവരും പേര് മാറും. റൈറ്റ് ടു ബി ട്രാക്കിൽ വന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനെ. ഒരച്ഛനും മകനും കാർ അപകടത്തിൽ പെട്ട്. അച്ഛൻ മരിച്ച് മകന് ആശുപത്രിയിൽ സർജറിക്ക് കയറ്റാൻ കൊണ്ടുപോയിക്കാണ്. അപ്പൊ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് കൊണ്ടുപോയി. അപ്പൊ ആ സർജൻ കുട്ടിയെ കണ്ടപ്പോ പറഞ്ഞ്, അയ്യോ ഇതെന്റെ മോനാണ്, എനിക്ക് സർജറി ചെയ്യാൻ പറ്റൂലെന്ന്. അതെന്താ അങ്ങനെ സംഭവിച്ചത്? അച്ഛൻ മരിച്ച്, വണ്ടി ആക്സിഡന്റ്, അച്ഛൻ മരിച്ച്, മോനെ ആശുപത്രി കൊണ്ടുപോയി. മോനെ സർജറിക്ക് കയറ്റിയപ്പോ ആ ഡോക്ടർ പറഞ്ഞ്, അയ്യോ എനിക്ക് അമ്മയാണ് ഡോക്ടർ. അതാണ്. ഓക്കെ, അടുത്ത ദേവിക്ക് കയ്യടിയോടെ 3 ക്വസ്റ്റ്യനായി. ഇപ്പൊ തന്നെ സമ്മാനം കൊണ്ടുപോകും. അടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ മഴയുള്ള രാജ്യം അല്ലെങ്കിൽ മഴ കിട്ടുന്ന ഒരു രാജ്യം. കുസൃതിയാണേ, ജനറൽ നോളജ് അല്ല. ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഒരു രാജ്യം. കുറച്ച് രാജ്യങ്ങളുടെ പേരാലോചിച്ച് നോക്കാം. അല്ല, യുക്രൈൻ നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. ഈ ഉത്തരം കിട്ടിയില്ലെങ്കിൽ യുക്രൈൻ പരിഗണിക്കാം. അതുപോലത്തെയാണ്. അങ്ങനത്തെ പേരുമായിട്ട് മഴയായിട്ടും കണക്റ്റഡ് ആണ്.
ഇറാനല്ല. ഒരു ക്ലൂ തരാം, ഒരു ഗൾഫ് രാജ്യമാണ്. ഇറാനല്ല. ബഹ്റൈൻ. അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഭാഗ്യം ഇപ്പോൾ എന്ന് വിളിച്ചു പറയുന്ന നഗരം ഏത്? ലക്നൗ. അടുത്തത്, സർക്കാർ ജീവനക്കാർക്ക് താല്പര്യമില്ലാത്ത പെൻഷൻ. സസ്പെൻഷൻ. അതെ. അടുത്ത ക്വസ്റ്റ്യൻ, വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു ഏതാണ്? വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു. പ്ലാസ്റ്റിക്. ലോജിക്കല്ല, കുസൃതി. അല്ല. ഷിപ്പ് മുങ്ങിപ്പോയാ? അയ്യോ, മെയിൻ സ്കോർ ചെയ്യുന്ന കൊച്ചു പോയി പോയി. വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു. മീൻ നനയും. ആലോചിച്ചോക്ക്, എളുപ്പമാണ്, ചിന്തിക്ക്. വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു. ക്ലൂ എന്ന് പറഞ്ഞാൽ ഇത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടൊരു സാധനമാണ്. നമ്മളൊരു കണ്ണ്, നമ്മളൊരു റിഫ്ലക്ഷൻ ആണെങ്കിൽ പറയാം. നിഴൽ. ഞാൻ തന്നെ ഉത്തരം പറഞ്ഞു. ഓക്കെ, 10 ക്വസ്റ്റ്യനായി. 10 ക്വസ്റ്റ്യനായി. അപ്പൊ ഓക്കെ, ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത് ദേവയാണ്. ഓക്കെ, മെയിൻ ആണെന്നുള്ളത് ആദ്യം കൈയ്യടി എടുത്തോളൂ. അപ്പം സമ്മാനം എടുക്കാം. ന്യൂസും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമാണ് ദേവയ്ക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. കൈയടിച്ചാലോ, ഒരു കൈയടി. ഓക്കെ, അപ്പം പേരെന്തായിരുന്നു? ഹരിനന്ദ. ആര്യനന്ദ. ഓക്കെ, അപ്പൊ നമ്മുടെ ആര്യനന്ദയുടെ ബ്രൈറ്റ് ടു ബി ആണ്. ഇതാണ് ബ്രൈറ്റ്, ഗ്രൂം. ഓക്കെ, ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും, അരുണിനും ആര്യനന്ദയ്ക്കും ഓൾ ദ ബെസ്റ്റ്. May 18 ഓക്കെ, അപ്പൊ എല്ലാരും വരണം കല്യാണത്തിന്. ശരി, താങ്ക് യു.